ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തേതൊരു കുഞ്ഞി ട്രാവൽ വ്ളോഗാണേ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1 വീക്കായി. ഇപ്പോൾ ഞാൻ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കാർ എടുത്തിട്ടാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളുടെ സ്ഥിരം റെസ്റ്റോറൻറ്റിലാണ് ഇറങ്ങിയത്. ഈ റൂട്ടിൽ ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇവിടെ നിന്നൊരു ചായ നിർബന്ധമാണ്. പിന്നെ ബാംഗ്ലൂരേക്ക് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജോബ് റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുണ്ട്. അതാണ് ഞങ്ങൾ കാർ എടുത്തിട്ട് തന്നെ പോകുന്നത്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ആകുമ്പോൾ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാമല്ലോ. അപ്പം ഇവനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഇന്ന് ഞാൻ ലീവ് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ കൂടെ വർക്കും നടക്കണം. അപ്പം ഞാൻ ലാപ്പ് മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ യാത്രയ്ക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ഇതുവരെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുമ്പോഴൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വരും ആ ഒരു മൈൻഡ് സെറ്റിലാണല്ലോ നമ്മൾ പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇവിടെ നിന്ന് ബാംഗ്ലൂരേക്കുള്ള അവസാനത്തെ യാത്രയാണിത്. ഇനി ഇതുപോലെ ഞാൻ ട്രാവൽ ചെയ്യില്ല. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോരാണ്. ഇനി ബാംഗ്ലൂർ മിസ് ചെയ്യായിരിക്കും. എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു അത്. ഇപ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ മൊത്തം ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരേക്ക് പോയൊരു യാത്രേൻ്റെ ഒരു ഓർമ്മകളായിരുന്നു. എന്നെ ആദ്യമായിട്ട് ബാംഗ്ലൂരാക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും ഏട്ടനും കുട്ടാപ്പിയേട്ടനും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ കാറിൽ തന്നെയാണ് പോയത്. ഇതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചേച്ചി ഇവന് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നു. ഞാൻ ബാംഗ്ലൂരേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസം മാർച്ച് 16 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാർച്ച് 17 ഞാൻ ഒപ്റ്റത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം 16 ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ ദിവസം. അത് ഭയങ്കര ഒരു മെമ്മറി തന്നെയായിരുന്നു കേട്ടോ. അന്ന് പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഞാൻ ഇതുവരെ ഹോസ്റ്റലിലൊന്നും മാറി നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ മാറി നിൽക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും, എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഫുഡ്, ക്ലൈമറ്റ്, പിന്നെ വർക്ക്, എന്താ പറയുക, ലാംഗ്വേജ് എല്ലാം എങ്ങനെയായിരിക്കും? ആകെ ടെൻഷനായിരുന്നു. പിന്നെ നമ്മൾ ജോബിൽ കയറാൻ പോവുകയാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, പുതിയൊരു കരിയർ സ്റ്റാർട്ടാവുന്നതിൻ്റെ എല്ലാം കൂടി എന്തൊക്കെയോ ഒരു ഇതായിരുന്നു. അവിടെ ചെന്നിട്ട് എങ്ങനെയായിരിക്കും, ആരെങ്കിലും ഉണ്ടാവുമോ, എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റായി, ടെൻഷനും എല്ലാം കൂടിയായിരുന്നു. അങ്ങനെ ആ ടൈമിൽ പോകുമ്പോഴും എങ്ങനെയെങ്കിലും ഒരു 1 ഇയർ പിടിച്ച് നിൽക്കണം, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരണം എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ 1 ഇയർ കഴിഞ്ഞു, 2 ഇയർ കഴിഞ്ഞു, 3 ഇയർ ആവാൻ പോവുകയാണ്. ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. ഈ ഒരു 3 കൊല്ലം ബാംഗ്ലൂർ ലൈഫ് നൈസായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് ദൈവു കാറിൽ നിന്ന് പൂവൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഉച്ചയ്ക്ക് കഴിക്കാൻ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ ഈ റൂമിനോട് നമ്മൾ യാത്ര പറയാൻ പോവുകയാണ്. ഇനി ഒരാഴ്ചയും കൂടി ഈ റൂമിലുള്ളൂ. ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് എടുത്ത റൂമായിരുന്നത്. അമ്മയും ഇവയൊക്കെ ടെറസിൽ പായ വിരിച്ച് കിടക്കണേ. എല്ലാവരും കുറച്ചു നേരം പിന്നെ കിടന്നുറങ്ങി, ട്രാവൽ ചെയ്ത് വന്നതല്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് റൂമിലെത്തി കേട്ടോ. ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ റൂമിലെത്തി. ഇനിയുള്ള ഈ ഒരാഴ്ച ഫുള്ള് പാക്കിങ്, ഷോപ്പിംഗ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ റൂമിൽ കുറേ സാധനങ്ങളുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉറുമ്പ് അരിമണി ശേഖരിക്കില്ലേ, അതുപോലെ ഞാൻ ശേഖരിച്ചുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യണം, വീട്ടിലേക്ക് കൊണ്ടുപോകണം. എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. ഒക്കെ നമുക്ക് നോക്കാം. പാക്കിങ്ങും എല്ലാം എങ്ങനെ പോകുന്നു, നമുക്ക് ഒന്നിച്ച് പാക്ക് ചെയ്ത് ഒന്നിച്ച് നാട്ടിലേക്ക് പോകാം. അമ്മ റൂമിലെത്തി അപ്പം തന്നെ ഈ കുഞ്ഞി കുറച്ച് ഷോ പീസസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിൽ. അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. കാരണം ഇവിടെ ടേബിളിൻ്റെ മുകളിൽ ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ അതുകൂടിയൊക്കെ വെക്കുമ്പം ഇനി അത് തട്ടുമുട്ടൊക്കെ ചെയ്ത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ആദ്യം അതൊക്കെ സേഫാക്കി വെച്ചു. ഞങ്ങൾ ആദ്യം ഒക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട്, പിന്നെ ഈ ബ്രൗൺ പേപ്പർ ഉണ്ടാവില്ല നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്, അത് വെച്ചിട്ട് വീണ്ടും ഒട്ടിച്ചിട്ട് ക്ലോത്തിൻ്റെ ഉള്ളിലാണ് ഈ പൊട്ടുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ റൂമിലേക്ക് വന്നേരെ ഇവരാരും വന്നിട്ടില്ല കേട്ടോ ബാംഗ്ലൂർ. അപ്പം എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒന്നാമത് ഈ റൂമാണെങ്കിൽ ടെറസിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ടെറസിൽ.
അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇവനാണെങ്കിലും പുറത്തിറങ്ങി കളിക്കാനും പിന്നെ എല്ലാവർക്കും പുറത്തിറങ്ങി നടക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമായിരുന്നു ഈ റൂമിൽ. അപ്പം ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.